ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ നിങ്ങളുടെ തമ്മിലും കാണൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ പുതിയ ഉഡായിപ്പാണ് റീഫണ്ടിൻ്റെ പ്രശ്നം കേട്ടോ. റീഫണ്ട് നിങ്ങളിപ്പോൾ കുറേ പ്രൊഡക്ട്സ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ സ്വിഗ്ഗിയിലല്ല സോറി ഈ ഫ്ലിപ്കാർട്ടിൽ ഇഷ്ടം പോലെ പ്രൊഡക്ട്സുകൾ നമുക്കിപ്പോൾ പുതിയത് ലോഞ്ച് ആവുന്നുണ്ട്. ആമസോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര അധികം പ്രൊഡക്ട്സും എന്താ പറയുക ഡിസ്കൗണ്ടും അതുപോലെ തന്നെ കാർഡ് ഓഫറും എല്ലാം ഫ്ലിപ്കാർട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിപ്പോൾ ഈ സാധനം ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ വാച്ച് 8 ക്ലാസിക് ആണ് ഈ സാധനം. ഞാൻ സ്ട്രാപ്പ് മാറ്റിയിട്ട് കണ്ട ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ മോഡലായിരുന്നു. ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ. അപ്പോൾ ഞാൻ എക്സലിൽ കാണിച്ചു തരാം. ഞാൻ അതന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ? അപ്പോൾ ഇതിൽ ഞാൻ എന്നിട്ട് നോക്കിയപ്പോൾ ഇതിൽ ഒരു 3-4 ഡേയ്സൊക്കെ ഡെലിവറി ഡേറ്റ് കാണിക്കുന്നത്. ഒരു 400 രൂപ കുറവ്, 25,700 രൂപയാണ് ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടായിരിക്കും. ഇത് ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കൊടുക്കാതിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ വൺ ഡേ ഡെലിവറി ഉണ്ട്. ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് 26,999 അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമിലറാണ്. LTE മോഡൽ തന്നെയാണ്. ബ്ലൂടൂത്ത് മോഡൽ തന്നെയാണ്. 46 mm സെയിം സാധനം തന്നെ. വൈറ്റ് കളറാണ് മാത്രം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, വൈറ്റ് കളറാണ് മാത്രം. ഇത് ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ വൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് വീഡിയോ പർപ്പസ് ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് അന്ന് സെയിൽസ് ഉണ്ടായിരുന്നു. അന്ന് സാംസങ്ങിൻ്റെ വാച്ചുകൾക്ക് സെയിൽസ് ഉണ്ടെന്ന് വെച്ചാൽ നോർമലി ഈ വാച്ചിന് 37-38 രൂപയ്ക്കാണ് ഈ ക്ലാസിക് മോഡലിൽ, ക്ലാസിക് 8 സീരീസുകൾക്ക്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5-2 days കിട്ടുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ്. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഫിറ്റ്നസിനും സ്ലീപ്പ് ട്രാക്കിങ്ങിനൊക്കെയാണ് ഞാൻ സാംസങ്ങിൻ്റെ വാച്ച് ഉപയോഗിക്കുന്നത്. എൻ്റെ അമേസ് ഫിറ്റിൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി സാംസങ്ങിൻ്റെ റിങ് ഉപയോഗിക്കുന്നുണ്ട്. സ്ലീപ്പ് നിങ്ങൾക്കറിയാലോ, സ്ലീപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലിപ്പ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീപ്പ് സ്ലിപ്പൊക്കെ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻസൈറ്റും കാണലൊക്കെ കാണിക്കും. അപ്പോൾ ഈ വാച്ചിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫീച്ചർ ഉണ്ട്. 7 സീരീസ് തൊട്ട് ഇവരുടെ കാർഡിയോവാസ്കുലർ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് പണ്ടത്തെ അതിൽ വാച്ച് 4 ക്ലാസിക് ഉണ്ടായിരുന്നു. അത് നമ്മൾ വിറ്റു. ഇല്ലാത്ത ഫീച്ചറൊക്കെ ഇതിലുണ്ടായിരുന്നു. ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് ഒക്കെ സിമിലർ തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിൽ ഉപ്പോഴും ഇല്ല. ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഈ സാധനം ചാർജ് ആവാൻ. അതാണ് ഇതിൻ്റെ കുഴപ്പം. അടുത്ത കൊല്ലം വേണമെങ്കിൽ അവർ പുതിയ ഫാസ്റ്റ് ചാർജിങ് വയ്ക്കുമായിരിക്കും. ഇത്ര കാലമായിട്ട് അമ്മമാർ സ്ഥിരം അത് പോട്ടെ, അതിട്ട് തരില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ അതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഓർഡേർഡ് ഓൺ വെനസ്ഡേ 4th March 10:30 PM രാത്രി കേട്ടോ. ഞാൻ എന്നിട്ട് ക്യാൻസൽ ചെയ്തു. യുവർ ഓർഡർ വാസ് ക്യാൻസൽ ആസ് പെർ റിക്വസ്റ്റ് വെനസ്ഡേ 4th March 11 മണി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ ആമസോണിലോട്ട് അടുത്ത ദിവസം കിട്ടും. അപ്പോൾ എന്നിട്ട് റീഫണ്ട് മെസ്സേജ് വന്നു. Thursday 5th March 11 മണിക്ക് റീഫണ്ട് ഒരു മെസ്സേജും വന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് അതിൽ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് ക്രെഡിറ്റ് കാർഡിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് ഇത് റീഫണ്ട് വന്നിട്ടില്ല. അത് ഇപ്പോഴും പെൻഡിങ് ആയിട്ട് എടുക്കുക. പറയുമ്പോൾ ബില്ല് വന്നിട്ടില്ല, പക്ഷെ എപ്പോഴും അത് സെറ്റിൽ ആവാണ്ട് തന്നെ എടുക്കുക. പക്ഷെ നമ്മുടെ ലിമിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഞാനൊക്കെ സ്ക്രീൻഷോട്ട് കാണിക്കട്ടെ. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു റീഫണ്ട് വന്നിട്ടേ ഇല്ല. ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ അതിൽ ഓൾറെഡി റീഫണ്ട് റിവേഴ്സായി. അത് വെച്ചാൽ സെറ്റിൽ ആവാണ്ട് മുമ്പ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ ട്രാൻസാക്ഷൻ റിവേഴ്സ് ആവുക ചെയ്യുക. അതായത് ആ സ്റ്റേറ്റ്മെന്റിൽ പിന്നെ ആ ട്രാൻസാക്ഷൻ കാണില്ല. അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റീഫണ്ട് സംഭവം ഒന്നും കിട്ടുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് അറിയാലോ, കസ്റ്റമർ കെയറെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. ഞാൻ എന്നിട്ട് വരെ ടോൾ ഫ്രീ നമ്പറൊക്കെ വിളിച്ച് ചോദിക്കുക. അവർ പറയണ ഏതേപോലെ ട്വിറ്ററിൽ ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കാം. അവർ പറയുന്നത് നമ്മുടെ ഓർഡർ പേജിൽ പോയി കഴിഞ്ഞാൽ ചാറ്റ് ഓപ്ഷനിലാകെ അവരെ ചാറ്റ് ബോട്ട് മാത്രമേ വേറൊരു വാങ്ങാത്തൊരു ഇല്ല. അപ്പോൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ശതമാനം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചാർജ് ബാക്ക് ചെയ്യാൻ പോകുക. അതായത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ കൂടെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചാർജ് ബാക്ക് ഫോം ഉണ്ട്, അല്ലെങ്കിൽ എസ്കലേഷൻ ഫോം എന്ന് സാധനം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എമൗണ്ട് റീഫണ്ട് വരും, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതാണ് ഒരു ഗുണം. ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചാർജ് ബാക്ക് ഫോം സംഭവം ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ പോവാണ്. അല്ലാണ്ട് ഇവന്മാരൊക്കെ ട്വിറ്ററൊക്കെ പറയാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ റിപ്ലൈ തരണം. അത് റിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഇവന്മാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, വേറൊരു സംഭവം തരുന്നില്ല. പിന്നെ ഇവരുടെ ടോൾ ഫ്രീ നമ്പറൊക്കെ അറിയാം. ഏതെങ്കിലും ഒരു ലോക്കൽ എന്താ പറയുക ഏതോ കോൾ സെൻ്ററുകാരാണ് എടുക്കുക. അവർക്ക് 10 പൈസ വരില്ല. സാധനൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വെച്ചാൽ തന്നെ അവന്മാർക്ക് അറിയില്ല. അപ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വയ്ക്കുന്നത്. അപ്പോൾ അതാണ് അവസ്ഥ ഫ്ലിപ്കാർട്ടിൻ്റെ. ഇതാണ് കുഴപ്പം ഫ്ലിപ്കാർട്ടിന്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഓഫറും സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കൺഫേം ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ മാത്രം
ഫ്ലിപ്കാർട്ട് കൂടെ ഓർഡർ ചെയ്താൽ മതിട്ടാണ്. റീഫണ്ട് ഇതുപോലെ ഇഷ്യൂസും ആളൊക്കെ വരും. അവന്മാർ നിങ്ങൾക്കറിയില്ല ഉഡായിപ്പിൻ്റെ ആശാന്മാരാണ്. എവിടെയാണോ മുക്കാൻ പറ്റുക അത് മുക്കും. അപ്പോൾ പണിയാണ് പിന്നെ. അപ്പോൾ ഇത് UPI ചെയ്യുമ്പോൾ അപ്പോൾ നോർമൽ എന്താ പറയുക ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ പണി കിട്ടി. ഇപ്പം ഞാൻ ചാർജ് ബാക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അത് 99% സംഭവം റീഫണ്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ക്രെഡിറ്റ് കാർഡ് കൂടെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ പുതിയ പരിപാടി, സ്കാം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ. ഒന്നാമത് ഇവരൊരു കോൺടാക്റ്റിൻ്റെ ഒരു വഴിയില്ലേ, കോൺടാക്ട് ചെയ്യുന്നത് ആകെ ഈ ടോൾ ഫ്രീ നമ്പർ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓപ്പൺ ബോക്സ് ആണ് കിട്ടുക, ഫുള്ള് ചെക്ക് ചെയ്തിട്ട് മാത്രം പിൻ നമ്പർ കൊടുത്താൽ മതി. അവന്മാർ ചിലപ്പോൾ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ വന്ന് പിൻ നമ്പർ തന്നാലും ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. പോയി പണി നോക്കാൻ പറയാം, അതിനാണ് നിങ്ങൾ ക്യാൻസൽ ചെയ്താണെന്ന് പറയുന്നത്. വെച്ചാൽ അവർക്ക് ഓരോ ഡെലിവറി ചെയ്യുന്നതനുസരിച്ചാണ് ക്യാഷ് കിട്ടുക. അതാണ് അവർ പെട്ടെന്ന് അത്രയും ഡെലിവറി ഒരു ദിവസത്തിൽ അവർ ചെയ്യാൻ നോക്കും, അതിനാണ് പെട്ടെന്ന് തരാൻ പറയണതൊക്കെ. അപ്പോൾ അതൊന്നും കേൾക്കണ്ട, ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജൊക്കെ വരും. നിങ്ങൾ ചാനൽ നോക്കിയിട്ട് മാത്രമേ പിൻ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ റീസെൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു DJIൻ്റെ ക്യാമറ വാങ്ങിച്ചിട്ട് അവർ തന്നാലേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുറേ പേര് കൊടുക്കില്ല. എന്ന് വെച്ചാൽ കുറേ പേര് അത് കിട്ടാനുള്ള ഒരു ഇതിൽ ആളുകൾ നിൽക്കുക. അപ്പോൾ അത് പറഞ്ഞാലൊന്നും കൊടുക്കണ്ട കേട്ടോ, ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ബോക്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉടായ്പ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ഫ്ലിപ്കാർട്ടിൽ നിർത്താൽ മതി. ഇങ്ങനത്തെ കുറേ ഉടായ്പകളുണ്ട്. അതുപോലെ കൺഫേം ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി ഫ്ലിപ്കാർട്ടിൽ. പറയുമ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു എയർ പ്യൂരിഫയർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടാണ്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നത് സെയിം പ്രോഡക്റ്റിന് ആമസോണിൽ കമ്പയർ ചെയ്യുമ്പോൾ. ആമസോണിൽ 13,000 കോവേൻ്റെ ഒരു എയർ പ്യൂരിഫയർ. നമ്മളെന്ന് വെച്ചപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇനിയിപ്പോൾ എറണാകുളത്ത് നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ എയർ ക്വാളിറ്റി. അപ്പോൾ അവിടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മൾ AC സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബെസ്റ്റ് AC നോക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ സെയിം സാധനത്തിന് 13,000 രൂപയാണ് പ്രൈസ്. അതിൻ്റെ MRP കോവേൻ്റെ ഒരു എയർ പ്യൂരിഫയർ ആണ്. കോവേ നിങ്ങൾക്ക് അറിയാം, സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. സെയിം സാധനത്തിന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓൾമോസ്റ്റ് 10 രൂപ കിട്ടുന്നുണ്ട്. ഇത് ആമസോണിലാണെങ്കിൽ ഒരു ഓഫറും ഇല്ല, ആകെ ആമസോൺ IC കാർഡിന് 5% ഓഫർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഈ സാധനം ഇന്ന് വരും, ഇന്ന് ഡെലിവറി ആയിട്ടുണ്ട്, ഔട്ട് ഓഫ് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുത്താൽ മതി. ഇവന്മാരുടെ പ്രശ്നം ഇതാണ്, ഇപ്പോൾ ഭയങ്കര ഓഫറും പ്രൊഡക്ട്സുകളൊക്കെ കൂടുതലൊക്കെ വരില്ല. പക്ഷെ ഇതാണ് പ്രശ്നം വരെ, ഉടായ്പിൻ്റെ ആശാന്മാരായതുകൊണ്ട് തന്നെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും, അതാണ് ഇവരുടെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്, എന്തെങ്കിലും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺഫേം ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി. റീഫണ്ട് ഇവരെ നിങ്ങൾ റീഫണ്ട് ഇനിഷ്യേറ്റീവ് കാണിക്കുന്നുണ്ട്, ഇതാണ് അവസ്ഥ വരെ. കിളിച്ച കിട്ടില്ലല്ലോ വരെ റീഫണ്ട് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ കാണിക്കും. കൺഫേം ആണെങ്കിൽ മാത്രമേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാത്ത പ്രോഡക്ട്സുകൾ. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ പേര് ജെന്യൂൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അടുത്ത കാണാം.